ചിന്നുവിനെ അന്വേഷിച്ച് പോലീസുകാർ അമ്പാട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വിജയ് ശങ്കർ ഏർപ്പാടാക്കിയതാവാനാണ് ചാൻസ്. അവർക്ക് മുന്നേ ഡോക്ടർ ആ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ചിന്നുവിനെ ചികിത്സിക്കാൻ വേണ്ടിയായിരിക്കും. അർച്ചന ചിന്നുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല, നാട്ടു ചികിത്സയാന്നൊക്കെ പറഞ്ഞ് പോലീസിലോ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പോലീസും ഡോക്ടറും ഒക്കെ വന്നേക്കുന്നത്. നാളത്തെ എപ്പിസോഡ് വരുമ്പോഴേ വ്യക്തമായിട്ട് അറിയാൻ പറ്റൂ. എന്താണേലും വിജയ് ശങ്കർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അർച്ചന ആ സമയം കോടതിയിലായതുകൊണ്ട് തന്നെ അനിയന്മാർ അർച്ചനയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് പോലീസ് വന്ന വിവരം. അന്നേരം തന്നെ അർച്ചന അമ്പാട്ടേക്ക് വരും. അതിനു മുമ്പ് അർച്ചന വിജയ് ശങ്കറിനെ കാണുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവും വിജയ് ശങ്കറാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അർച്ചന പറയുന്നുണ്ട്, എന്നോടുള്ള വിരോധത്തിൻ്റെ പേരിൽ മോളെ നിങ്ങൾ കരുവാക്കരുത്. വിജയ് ശങ്കർ പറയും, ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം കോടതിയിൽ വെച്ചുണ്ടാവും, തോക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി നിർത്തിക്കോളാന്. ചിന്നുവിന്റെ സ്വഭാവം വെച്ച് ഒന്നും പറയാൻ പറ്റില്ല. അവൾ അർച്ചനയുടെ കൂടെ നിൽക്കുമോ വിജയ് ശങ്കറിന്റെ കൂടെ നിൽക്കുമെന്ന്. എപ്പോഴും പറയും അമ്മയാണ് എനിക്ക് വലുത്, അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ എന്നൊക്കെ. പക്ഷെ വിജയ് ശങ്കർ വന്ന് രണ്ട് നല്ല വാക്ക് സംസാരിക്കുമ്പം ചിന്നുവിന്റെ മനസ്സ് വിജയ് ശങ്കറിലേക്ക് ചായുന്നുണ്ട്. ശരിയാണ്, അവളുടെ അച്ഛനാണ്, ആ ഒരു സ്നേഹം എന്താണേലും അവൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവള് കോടതിയിലെത്തുമ്പോൾ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. മഞ്ജുവും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വിജയ് ശങ്കർ ചിന്നുവിന് എന്തുകൊണ്ടേ കൊടുത്താലും അർച്ചന അത് സ്വീകരിക്കാതെ തിരികെ മടക്കി അയക്കും. ഇന്നും അതുപോലെ തന്നെയാണ് ചെയ്തത്. അർച്ചനയൊക്കെ പറയുന്നത്, ഈ കുഞ്ഞായിരുന്നപ്പോഴൊന്നും ചിന്നുവിനെ കാണാനോ ഒരു മുട്ടായി പോലും മേടിച്ചു തരാൻ ആരും വന്നിട്ടില്ല, വിജയ് ശങ്കർ വന്നിട്ടില്ല, എന്നിട്ട് ഇപ്പോഴാണ് വരുന്നതെന്ന്. രുക്കു ചോദിച്ചൊരു ചോദ്യമുണ്ട് അച്ഛനോട്, ചെറുപ്പത്തിലെ വിജയേട്ടൻ ചിന്നുവിനെ കാണാൻ വരികയും സാധനങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുമായിരുന്നു എന്ന്. അത് രുക്കു ചോദിച്ചത് ശരി തന്നെയാണ്, ഉറപ്പായിട്ടും അവർ സ്വീകരിക്കില്ല, അത് വലിച്ചെറിയത്ത് തന്നെ ഉള്ളൂ. അർച്ചന തന്നെയാണ് ചിന്നുവിന് അച്ഛനെ കാണിച്ചു കൊടുത്തതും അച്ഛനോട് സംസാരിക്കുന്ന വിലക്കാത്തതും ഒക്കെ. അന്നേരം ചെറിയ എന്തെങ്കിലുമൊക്കെ വിജയ് ശങ്കർ കൊടുക്കുന്നത് ചിന്നു സ്വീകരിക്കേണ്ടെന്ന് പറയേണ്ട കാര്യം അർച്ചനയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല. കുറേയൊക്കെ അയാളുടെ സ്വാർത്ഥത കൊണ്ടും അർച്ചനയെ തോൽപ്പിക്കാൻ വേണ്ടിയും തന്നെയാണ്. പക്ഷേ ചിന്നുവിനെ സംബന്ധിച്ച് അത് അവളുടെ അച്ഛനാണ്. അച്ഛനെ ഒരു മുട്ടായി തന്നാൽ പോലും ചിന്നുവിനത് വലിയ കാര്യമാണ്. ചിന്നുവിൻ്റെ ഭാഗത്തു നിന്നും കൂടി അർച്ചന ചിന്തിക്കണം.